Hi friends, welcome back to my channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ വിഭവമാണ്. ഇപ്പോൾ ചക്കയുടെയൊക്കെ കാലമാണല്ലോ, അതുകൊണ്ട് നമുക്ക് ഇന്നൊരു ചക്കപ്പുഴുക്ക് ചെയ്യാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, അതേസമയം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിതവിടെ ഒരു പച്ചച്ചക്ക കട്ട് ചെയ്തതിന് ശേഷം വൃത്തിയാക്കി ചുള പറിച്ച് വെച്ചിട്ടുണ്ട്. ഞാനൊരു വലിയ ചക്കയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്ക് കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഞാൻ കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം. നമ്മളിന്നൊരു കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഒരു 8 ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് വരാം. ഇത് നമ്മൾ ചക്ക വാഷ് ചെയ്തതിന് ശേഷം ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി അതുകൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കണം. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ ഇതൊരു കറക്റ്റ് അളവല്ല, ചക്കയുടെ ഓരോരുത്തരുടെ അടുത്തുള്ള ചക്കയുടെ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കുക. ചക്ക വേവുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, ഒരു 15 അല്ലി വെളുത്തുള്ളി എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഒരുപാട് ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട, ചെറിയൊരു തരിയോടുകൂടി അരച്ചെടുത്താൽ മതി. ഇതാ കുക്കർ വിസിൽ വന്നതിന് ശേഷം തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതൊക്കെ കണ്ട നമ്മുടെ ചക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ട നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ മുഴുവനായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർക്കാം. ഈ അരപ്പും ആവശ്യത്തിന് വെള്ളം, ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമ്മൾ ചേർക്കുന്നത് കറിവേപ്പിലയാണ്. ഞാനിവിടെ ഏകദേശം ഒരു 2 തണ്ടോളം കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചേർക്കാം. അതുകൂടി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ വെളിച്ചെണ്ണയ്ക്കൊന്നും പ്രത്യേകിച്ച് ഒരളവില്ല, കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ചക്കപ്പുഴുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. നാളെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.